രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ശീലങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മഹാരഥന്മാർ പറയുക. രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്നെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കാം. ആയുസ്സിൽ അവിടെ ബറക്കത്ത് നഷ്ടപ്പെടാൻ, അവൻ്റെ ആയുസ് പെട്ടെന്നില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനുകളിൽ എന്തെങ്കിലും വസിയത്തുകൾ, നിങ്ങൾക്ക് ദുആ ചെയ്യേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്ന നിങ്ങളുടെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ദുആ വസിയത്തുകൾ അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷനുകൾ എന്നെടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ. ഉസ്താദേ ദുആ ചെയ്യണേ, കടമാണ്. ഉസ്താദേ ദുആ ചെയ്യണേ, രോഗമാണ്. ഉസ്താദേ ദുആ ചെയ്യണേ, പൈസ കിട്ടാനുണ്ട്. ഉസ്താദേ വീട് പണി പകുതി വക്കിലാണ്, ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും അവരവരുടെ ആഗ്രഹങ്ങൾ അത് എന്താണെങ്കിലും റബ്ബ് തആല നടത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങൾക്ക് പടച്ച തമ്പുരാൻ പരിപൂർണമായ അറുതി കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടതകൾ കൊണ്ട് വേദനിക്കുന്നവർ, അള്ളാഹു അതിൽ നിന്നൊക്കെയും പരിപൂർണമായ സലാമത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ 10 മിനിറ്റിൽ, ദിവസവും ഒരു 10 മിനിറ്റ് മാത്രമാണ് ഇൽമ് കേൾക്കാൻ, അറിവ് കേൾക്കാൻ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ മാറ്റിവെക്കുന്നത്. ദിവസവും ഒരു 10 മിനിറ്റ് മാത്രം. അപ്പോൾ ഈ 10 മിനിറ്റിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഉപകാരപ്പെടുന്ന ഒരു 2 കാര്യം, ഈ 2 കാര്യങ്ങൾ വളരെ വലിയ 2 കാര്യമാണ്. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെടും. പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മിലേക്ക് വന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ ഇല്ല എങ്കിൽ ദുർമരണത്തിനുള്ള കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ദുർമരണങ്ങൾ എന്താ? ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എന്നെടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം തരത്തിലാണ് ദുർമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്സിഡന്റിൽ, റോഡിൽ ചതഞ്ഞരഞ്ഞു മരണപ്പെട്ടു പോകുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നെല്ലാം നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ എന്താണ് നബിയെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ചോദിക്കേണ്ടത്? ഞാൻ എന്താ നബിയെ റബ്ബിനോട് കൂടുതലായിട്ട് ചോദിക്കേണ്ടത്? എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതലായിട്ട് നമ്മൾ ദ്വാരക്കേണ്ടത് എന്താണ് എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കേണ്ട എന്താ? അള്ളാഹുവേ, നിന്റെ മാപ്പും അതുപോലെ തന്നെ ആഫിയത്ത്, ആരോഗ്യവുമാണ് റബ്ബേ. ഞാൻ നിന്നോട് ചോദിക്കാൻ, റബ്ബേ എനിക്ക് നല്ല ആരോഗ്യം തരണേ അല്ലാ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ എന്ന് ഈ 2 കാര്യങ്ങൾ റബ്ബിനോട് ധാരാളമായി ചോദിക്കണം. അപ്പൊ ആരോഗ്യം വളരെ വലിയ വിഷയമാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് വേണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫുജ്അത്തുൽ മൗത്തിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് എപ്പോഴും റബ്ബിനോട് കാവൽ ചോദിക്കണം. പെട്ടെന്നുള്ള മരണം ഇല്ലേ, നമ്മൾ നല്ലതുപോലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, ആ സമയത്ത് ഒരു വലിയ വാഹനം വന്ന് ഇടിച്ച് തെറിപ്പിച്ച് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടും. ഇതിനെ പെട്ടെന്നുള്ള മരണമെന്ന് പറയാം. അല്ലാതെ കൊല്ലങ്ങളോളം മാസങ്ങളോളം
ഹോസ്പിറ്റലുകളിൽ അസുഖമായി കിടക്കുന്ന രീതിയിൽ കിടന്ന് മരിക്കുന്നതിനല്ല, പെട്ടെന്ന് മരിക്കാം. ഈ പെട്ടെന്നുള്ള മരണങ്ങൾ ഒരാൾക്കും താങ്ങാൻ കഴിയുന്നതല്ല, ഒരാളുടെയും വേണ്ടപ്പെട്ടവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ ഈ പെട്ടെന്നുള്ള മരണങ്ങളിൽ റബ്ബിനോട് കാവൽ ചോദിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ സറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആർക്കെങ്കിലും ഒരാൾക്ക് റിസ്ഖ് വിശാലമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ജീവിത വിഭവങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ റിസ്ഖിനെ കുറിച്ച് സംസാരിച്ചതാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, ഇങ്ങനെ ഇതെല്ലാം റിസ്ഖിൽപ്പെടും. ഇതെല്ലാം റാഹത്തിലാവണം. അങ്ങനെ റിസ്ഖ് വിശാലമായി കിട്ടണോ? ഔ യുൻസഅലഹു ഫി അസ്രിഹി, അല്ലെങ്കിൽ അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടണോ? അവൻ്റെ ആയുസ് വളരെ നല്ല രീതിയിലായി ഖൈറായ രൂപത്തിൽ ദീർഘായുസായി ലഭിക്കണമോ? ഫൽയസ്ല റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. കുടുംബ ബന്ധം ചേർക്കുക ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ? ഇന്ന് എന്തെല്ലാം വിഷയങ്ങളാണ് നടന്നു പോകുന്നത്, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കുടുംബ ബന്ധങ്ങളിൽ പല ആളുകളുടെയും കുടുംബ ബന്ധങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയ വിള്ളലുകളാണ്. പലരും വർഷങ്ങളായി പിണക്കത്തിലാണ്, പരസ്പരം മിണ്ടാതെ, കണ്ടാലൊന്ന് സലാം പറയാതെ, പുഞ്ചിരിക്കാതെ, കീരിയും പാമ്പും എങ്ങനെയാണോ തമ്മിൽ കാണുമ്പോൾ ഓടി നടക്കുന്നത്, അതുപോലെയുള്ള സമീപനങ്ങൾ വല്ലാത്ത അദാബിറങ്ങും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പിണങ്ങിക്കഴിയാൻ പാടില്ല. കുടുംബ ബന്ധം വിള്ളലുകളിൽ ആയി മുറിക്കപ്പെട്ട നിലയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുടുംബ ബന്ധത്തെ ചേർക്കാതെ കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവന്റെ ആയുസ്സിന്റെ വിഷയം പേടിക്കണം. അവന്റെ ആയുസ്, അവന് ദുർമരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവന് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകാം. അവന്റെ ആയുസ് നീട്ടിക്കിട്ടുന്നതിൽ വിഷയമുണ്ട്, സംശയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കൊക്കെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നവർ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കുക പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണം, പോയി ചേർക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? സ്വതക്ക നൽകുന്നതിനെ ഒഴിവാക്കുന്ന ഒരു മനുഷ്യൻ. സ്വതക്ക നൽകുന്നത്, ജീവിതത്തിൽ സ്വതക്ക കൊടുക്കാൻ ഇഷ്ടമല്ല. 1 രൂപ സ്വതക്ക കൊടുക്കൂല, 1 രൂപ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കൂല. വെറുതെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി പോക്കറ്റിനകത്ത് വെച്ച് ചുമ്മാ ചെലവാക്കി പാഴിക്കളഞ്ഞുകൊണ്ടിരിക്കും. 1 രൂപ പോലും സ്വതക്ക കൊടുക്കുന്നതിൽ ഇഷ്ടമില്ലാത്ത, സ്വതക്ക കൊടുക്കുന്നത് മാറ്റി നിർത്തുന്ന, സ്വതക്ക എന്ന് പറയുന്ന ഒരു നല്ല പ്രവർത്തനം ജീവിതത്തിൽ നിന്ന് പാടേ ഇല്ലാതാക്കി കളയുന്ന ഒരു മനുഷ്യനിക്ക് അവന്റെ ആയുസ്സിൽ വിഷയമുണ്ടാകും. പെട്ടെന്ന് ബലാ മുസീബത്തുകൾ വന്നണയും. അസ്സദഖത്തു റദ്ദുൽ ബലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വിധിച്ചു വെച്ചിരിക്കുന്ന ഏത് ബലാ മുസീബത്തുകളും ഈ സ്വതക്ക കാരണമായിട്ട് റബ്ബ് തആല തന്നെ തട്ടി മാറ്റി തരും, അതില്ലായ്മ ചെയ്തു തരും. അത് സ്വതക്കയുടെ വലിയ കാര്യമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ഒരു യാത്ര പോവാണ് അല്ലേ, ഒരു യാത്ര പോവുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അവസാനത്തെ യാത്രയാണ് ഈ പോകുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു മടങ്ങി വരുന്നു. ചിന്തിക്കണം, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയേ ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അവസാനത്തെ യാത്രയാണ്, പോകുന്ന വഴിയിൽ മരണപ്പെടാം, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മടങ്ങി വന്നു. അപ്പോഴാണ് നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മടങ്ങി വരാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ, പോകുന്ന വഴിയിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വതക്ക ചെയ്തിട്ടാ പോയത്. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു അപകടം, ആ ഒരു വലിയ മരണം അവിടെ അല്ലാഹു തആല തട്ടിമാറ്റി കളഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അല്ലാഹു ആയുസ്സിൽ വിശാലത കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമാണോ? ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയ്യത്തുകൾ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്
ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ വസിയത്തുകൾ അറിയിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരട്ടെ, കടങ്ങൾ വീട്ടി തരട്ടെ, കഷ്ടപ്പാടുകൾ മാറ്റിത്തരട്ടെ, വീടില്ലാത്തവർക്ക് വീട് തരട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കളെ തരട്ടെ, കിട്ടാനുള്ള പൈസ കിട്ടാനുള്ളവർക്ക് അള്ളാഹു ആ കിട്ടാനുള്ള പൈസകൾ എത്രയും പെട്ടെന്ന് കിട്ടി റാഹത്തായ രീതിയിൽ കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തട്ടെ. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.